ഞാൻ സഹായിക്കും. അതാണ് എൻ്റെ ഈ 2 വർഷത്തെ ഇതിൻ്റെ പരീക്ഷണങ്ങളെല്ലാം എനിക്ക് മനസ്സിലായത്. ഇത് ഒരു അതിഗംഭീരമായ സിനിമയാണ് എന്നൊന്നും അവകാശമില്ല. എങ്കിൽ തന്നെയും ഈ രംഗത്ത് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെയധികം അനുകൂലമായ ഒരു കാലഘട്ടമാണ്. AI സിനിമയിൽ അല്ലെങ്കിൽ മറ്റെല്ലാ രംഗത്തെ പോലെ സിനിമയിലും വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുതിയ ആളുകൾക്ക് തൊഴിലവസരങ്ങളും മറ്റും എല്ലാം ഉണ്ടാകാനുള്ളൊരു വലിയൊരു മേഖലയാണിത്. അപ്പോൾ എന്തായാലും ഇത്തരമൊരു സംരംഭത്തിന് കൂടെ നിന്ന ഷാജു വാലപ്പൻ, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വൈഫ് ലിൻസി ഷാജു വാലപ്പൻ, പിന്നെ എൻ്റെ കൂടെ നിന്ന മുഴുവൻ ആളുകൾക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുകയാണ്. സിനിമയുടെ ട്രെയിലർ മാത്രമാണ് ഇപ്പോൾ ഇവിടെ റിലീസ് ചെയ്യുന്നത്. സിനിമ ഞങ്ങൾ കുറച്ച് ഫെസ്റ്റിവലുകൾക്ക് ശേഷമായിരിക്കും റിലീസ് ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങളും മറ്റും നമുക്ക് ഈ ട്രെയിലർ ശേഷം സംസാരിക്കാം. താങ്ക് യു സർ. അപ്പോൾ മാധ്യമപ്രവർത്തനത്തിൽ നിന്ന് വഴിതെറ്റി വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ചരിത്രം സൃഷ്ടിക്കാനായിട്ട് സാധിച്ചു മലയാള സിനിമയിൽ. അതിനും ഒരു വളരെയധികം നല്ലൊരു കൈഡ് നൽകാം. മാധ്യമപ്രവർത്തനത്തിൽ നിന്ന് വഴിതെറ്റി വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചരിത്രം സൃഷ്ടിക്കാനായിട്ട് സാധിച്ചു തന്നെ. താങ്ക് യു സോ മച്ച്. ആൻഡ് നെക്സ്റ്റ് ഐ ഇൻവൈറ്റ് നമ്മുടെ തേക്കിങ്ങാട് ജോസഫ് സാർ. നമുക്കറിയാം ഫിലിം ക്രിട്ടിക്സ് അവാർഡിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അതുമാത്രമല്ല നിരവധി സിനിമകളുടെ ഒരു ചരിത്രം എല്ലാം കണ്ട് വന്ന ഒരാളാണ്. അങ്ങനെ എത്തി നിൽക്കുന്നത് AI യുഗത്തിലെ AIയുടെ ഫസ്റ്റ് മൂവിയിലാണ്. എന്ത് തോന്നുന്നു ഇപ്പോൾ? വളരെ സന്തോഷമുണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന്. ഞാൻ അടുത്ത കാലത്താണ് ശ്രീ ഷാജു വാലപ്പനെയും അതുപോലെ തന്നെ സിദ്ദിഖ് പർവീറിനെയൊക്കെ പരിചയപ്പെടുന്നത്. എന്നാൽ അവരുടെ ചിത്രങ്ങൾ സാലിഹ് എന്ന മൂവിയും നിഴൽ വ്യാപാരികളും കേരള ഫിലിം ക്രിട്ടിക്സിൻ്റെ 2025 അവാർഡിന് ഏതാണ്ട് 2 മാസങ്ങൾക്ക് മുൻപ് അവർ സമർപ്പിച്ചിരുന്നു. ഈ 2 ചിത്രങ്ങൾക്കും ക്രിട്ടിക്സ് അവാർഡ് നൽകാൻ ഞങ്ങളുടെ ജൂറി ഏകകണ്ഠമായി തീരുമാനിച്ചു, നൽകുകയുണ്ടായി എന്നത് ഇവിടെ ഞാൻ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി പറയട്ടെ. 2 ചിത്രങ്ങളെ സംബന്ധിച്ചും സിദ്ദിഖ് പർവീറിന് മികച്ച സംവിധായകനുള്ള അവാർഡ് സാലിഹ് എന്ന ചിത്രത്തിലൂടെ, അതുപോലെ നിഴൽ വ്യാപാരികൾ സംവിധാനം ചെയ്ത ഷാജു വാലപ്പൻ എന്ന ബിസിനസ് രംഗത്തും അതുപോലെ തന്നെ സിനിമാ രംഗത്തും ശ്രദ്ധേയനായ വ്യക്തിക്ക് നവാഗത സംവിധായകനുള്ള അവാർഡ്. ഏതാണ്ട് 14 സിനിമകൾ നവാഗത സിനിമകളായിട്ട് ഈ മത്സരത്തിന് എത്തിയിരുന്നു. മൊത്തം 62 സിനിമകളാണ് ഞങ്ങൾ ഈ 2 മാസത്തിനുള്ളിൽ ജൂറി കണ്ടത്. ആ 12 സിനിമകൾ നവാഗത സിനിമകൾ എടുത്ത ആളുകളിൽ നിന്നും ഷാജു വാലപ്പന് ഞങ്ങൾക്ക് നവാഗത സംവിധായകനുള്ള അവാർഡ് നൽകുന്നതിന് തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. സാലിഹ് എന്ന സിനിമയിലൂടെ അദ്ദേഹം അതിൻ്റെ നിർമ്മാതാവാണ്. ആ സിനിമ നമ്മുടെ തിയേറ്ററുകളിൽ വരുന്ന അവസരത്തിൽ അത് മലയാള സിനിമയിലെ ഒരു ശ്രദ്ധേയമായ ചിത്രമായി തീരും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ സിനിമയും അതുപോലെ നിഴൽ വ്യാപാരികൾ എന്ന സിനിമ ഷാജു വാലപ്പൻ സംവിധാനം ചെയ്ത ആ സിനിമയും നമ്മുടെ മലയാള സിനിമ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയായിത്തീരും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫിലിം ക്രിട്ടിക്സ് അവാർഡുകൾ ഇത് കഴിഞ്ഞ 48 വർഷങ്ങളായി തുടർച്ചയായി അവാർഡുകൾ നൽകുന്ന ഒരു സംഘടനയാണ് ഫിലിം ക്രിട്ടിക്സ് അസോസിയേഷൻ. അതിൻ്റെ
49ാമത്തെ അവാർഡാണ് ഈ ഏതാണ്ട് ഒരു 2 ആഴ്ചകൾക്ക് മുമ്പ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്. മിക്കവാറും എറണാകുളത്ത് വെച്ചായിരിക്കും എൻ്റെ അവാർഡ് നിശ നടക്കുക. അത് ഓഗസ്റ്റ് മാസത്തിലായിരിക്കും ഞങ്ങൾ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. ഒരു ബിഗ് ഷോ ആയിട്ടാണ് ഞങ്ങളതിനെ അവതരിപ്പിക്കുന്നതിനുള്ള അണിയറ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് അവാർഡ് നിശയിൽ ഒരുമിച്ച് കാണാം എന്ന് വാക്ക് നൽകിക്കൊണ്ട് ഈ പുതിയ ചിത്രത്തെ സംബന്ധിച്ച് AI സംവിധാനത്തിലുള്ള അതിൻ്റെ എല്ലാ സാങ്കേതിക മേഖലകളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മലയാളത്തിലെ ആദ്യത്തെ ചിത്രം എന്ന ബഹുമതി ഈ ചിത്രത്തിന് ഉണ്ട് എന്ന് നമുക്കറിയാം. ഈ ചിത്രത്തിന് എല്ലാവിധ വിജയങ്ങളും ഉണ്ടാവട്ടെ. അത് നമ്മുടെ മലയാള സിനിമയിലെ പ്രേക്ഷക മനസ്സുകളെ അത് കീഴടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്.